ഹായ് ഹലോ നമസ്കാരം. ഞാൻ അനിൽ ചന്ദൂച്ചിറ. ആരാൻ്റെ അമ്മയ്ക്ക് ഭ്രാന്ത് വന്നാൽ കാണാൻ നല്ല ചേലാണ് അല്ലേ? രേണുസുധിയെ കല്ലെറിയുന്നവർ ഈ പെൺകുട്ടിയുടെ വീഡിയോ ഒന്ന് കണ്ടു. ഇന്ന് ഒരുപാട് ഓൺലൈൻ മീഡിയക്കാരുണ്ട്. ഒരു വ്യക്തിയുടെ ജീവിതം തന്നെ നശിപ്പിക്കാൻ മാറ്റിമറിക്കാൻ കഴിവുള്ള മീഡിയകളുമുണ്ട്. സ്വന്തം അനുഭവം വന്നപ്പോൾ ഇരുന്ന് കരയുന്ന ഒരു രംഗമുണ്ട്. നമുക്കതൊന്ന് കണ്ടു നോക്കാം. അതുപോലെ തന്നെ ഇപ്പം നിങ്ങൾ എല്ലാവരും പറഞ്ഞിരുന്ന പോലെ ഞാൻ ഒരു പോലീസിനെ സപ്പോർട്ട് ചെയ്യുന്നതോ അല്ലെങ്കിൽ ഒരു സ്ത്രീയെ വളരെ മോശമായിട്ട് അവരുടെ പ്രൈവസി മാനിക്കാതിരിക്കുന്ന ഒരാളൊന്നുമല്ല. നിങ്ങളൊക്കെ പറയുന്ന പോലെ തന്നെ ഞാനൊരു സ്ത്രീയാണ്. എന്റെ വീട്ടിലും സ്ത്രീകളുണ്ട്. എനിക്കിനി ഒരു കുഞ്ഞിന്റെ അമ്മയാണ് ഞാൻ. അപ്പൊ അതുകൊണ്ടൊക്കെ തന്നെ എനിക്ക് അതിന്റെ ഒരു ആഘാതം നന്നായിട്ട് അറിയാം. പാവം ചെയ്യാത്തവർക്കല്ലറിയട്ടെ, ഞാൻ ഒരുപാട് പ്രാവശ്യം രേണുസുധിയെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചിട്ടുണ്ട്. കാരണം സോഷ്യൽ മീഡിയയിൽ അല്ലെങ്കിൽ പൊതുസമൂഹങ്ങളെ നമ്മൾ അപമാനപ്പെടുത്തുമ്പോൾ അവരുടെ മാനസിക നില എന്താണ്, അല്ലെങ്കിൽ മാനസികാവസ്ഥ എന്താണെന്ന് നമ്മൾ ആരും ചിന്തിക്കാറില്ല. ഇതുതന്നെയാണ് ഇനിയും ഓരോരോ വ്യക്തികൾക്കും വരാനിരിക്കുന്നതും. നമ്മൾ എത്ര നല്ല കാര്യങ്ങൾ ചെയ്താലും ഒരു തെറ്റു മതി പൊതുസമൂഹം നമ്മളെ മാറ്റി നിർത്താൻ. രേണുസുധിയെ കുറ്റം പറയുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് ഇതുപോലെ തന്നെ ചെതഞ്ഞെടുത്ത് ഒരു വീഡിയോ ചെയ്യാൻ ഒരാൾ തുനിഞ്ഞിറങ്ങിയാൽ നിങ്ങളുടെ കുടുംബവും നശിക്കും. നശിക്കാതൊന്നും ഇരിക്കത്തില്ല. കണ്ടന്റ് ഉണ്ടാക്കാൻ എല്ലാവർക്കും കഴിയും. നമ്മൾ കുറേയൊക്കെ അങ്ങ് ഒഴിവാക്കുക, അവരെ ജീവിക്കാൻ അനുവദിക്കുക. എന്നും ശുക്രൻ നമ്മുടെ കൂടെ തന്നെ ആയിരിക്കത്തില്ല, മാറി മറിഞ്ഞു വരും. ഇപ്പോൾ അതിൻ്റെ അനുഭവമാണ് ആ പെൺകുട്ടിയുടെ കരച്ചിൽ കണ്ടോ. ഇത് നിങ്ങൾക്കും ഉണ്ടാകാതിരിക്കട്ടെ. എന്നെ സ്നേഹിക്കുന്ന, ഞാൻ സ്നേഹിക്കുന്ന എല്ലാവരോടും എനിക്ക് സ്നേഹം മാത്രം.